ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഫാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് പറയാനാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കരളിൽ അമിതമായി ഉണ്ടാകുന്ന ഫാറ്റ് ഡിപ്പോസിറ്റ് ആവുകയും അത് നമ്മുടെ കരളിലെ സെൽസിനെ നശിപ്പിക്കുകയും കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് കരളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയാവുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഉണ്ട്. ഇത് മെയിനായിട്ട് ഫാറ്റി ലിവർ മെയിനായിട്ട് കാണപ്പെടുന്നത്, അതായത് കൂടുതലും ഭൂരിപക്ഷം കാണപ്പെടുന്നത് ആൽക്കഹോൾ ഉള്ളവർക്കാണ്, ആൽക്കഹോൾ എടുക്കുന്നവർക്കാണ് കൂടുതലുണ്ടായി. ഇനി ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് മാത്രമാണോ ഫാറ്റി ലിവർ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസും ഉണ്ട്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം? ഇതിനകത്ത് നമുക്കൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഒരു റീഗ്രോത്ത് ആയിട്ടുള്ള സാധനം, അതായത് ഓർഗനാണ്. അതായത് നമ്മുടെ നഖം ഒക്കെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും വളർന്നു വരും അല്ലേ. ഇപ്പം എന്തെങ്കിലും നഖത്തിന് നമ്മൾ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ നഖം നമ്മൾ വളർന്നു വരുമ്പോൾ അത് കട്ട് ചെയ്യുകയും അത് പിന്നെയും വളരുകയും ചെയ്യും അല്ലേ. അതുപോലെയുള്ളൊരു ഓർഗനാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അതായത് അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് സ്വയമേ ട്രീറ്റ് ചെയ്ത് അത് പിന്നെയും റീഗ്രോത്ത് ചെയ്യാൻ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കറക്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർവ്വസ്ഥിതിയിലേക്ക്, അതായത് ഒരു നോർമലായ രീതിയിലേക്ക് എത്താനും നമ്മളെ സഹായിക്കും. ഇതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റായിട്ടുള്ള ഡയറ്റ് പാറ്റേൺ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു എക്സസൈസ്, ഇതിൽ കൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഫാറ്റി ലിവർ മാറ്റാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് കൂടി. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സമയമാണല്ലോ. കുഞ്ഞിനെ നോക്കുകയും മൂത്ത മോനെ സ്കൂളിൽ വിടുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഫുഡ് പാറ്റേൺ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമോ, ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. ഇപ്പം എന്നെപ്പോലെയുള്ള കുറേ അമ്മമാരുണ്ടാവും ഇതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്ത് കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കുഞ്ഞിനെ ഇട്ടിട്ട് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാനൊന്നും അല്ല പറയുന്നത്. പക്ഷേ കുഞ്ഞാണെങ്കിൽ തന്നെയും നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാന്നുള്ളത്, അത് നമ്മുടെ ബോഡിക്കും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ഗെയിൻ കുറച്ച് കൺട്രോൾ ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയുക, എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഫുഡ് പാറ്റേൺ, നമുക്ക് തോന്നിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാതെ, ജങ്ക് ഫുഡുകളും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതെ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പാറ്റേൺ എടുക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഫാറ്റി ലിവറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് വെയിറ്റ് കൂടി. എനിക്കൊരു 60 kg ആയിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതൊരു 76 ആയിട്ട് കൂടി. പക്ഷേ പറയുമ്പം ഒത്തിരി വെയിറ്റ് കൂടിയിട്ടില്ല, എങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് എന്താ പറയുക, പല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ബോഡി വഴങ്ങാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് കുറഞ്ഞ് വന്നു. ഒരു 76 ഒരു 66ഓളം ഞാൻ കുറഞ്ഞു. പക്ഷേ ഞാൻ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. എങ്ങനെയോ കുഞ്ഞിനെ ഫീഡ് ചെയ്തും കുറച്ച് ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം അത്രയും വെയിറ്റ് കുറഞ്ഞു വന്നു. പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അടിവയറ്റിൽ വേദന, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, കണ്ടിന്യൂസ് ഉണ്ടാകുന്ന തലകറക്കം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പക്ഷേ ഈ വയറുവേദന എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ വയറിൽ ഒരു വേദന വരികയും പിന്നെ അതങ്ങ് മാറും. ഒരു 2 മിനിറ്റത്തേക്ക് വന്നിങ്ങനെ വന്ന് പോകുന്ന പോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കാണാനിടയാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് എനിക്ക് ഫാറ്റി ലിവർ SGOT എന്ന് പറഞ്ഞാൽ അത്ര കണ്ടമാനം അങ്ങനെ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമലിനെക്കാട്ടിലും ഒരു 4-5 ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതിനെപ്പറ്റി കൺസേൺ ആയിട്ടില്ല. കാരണം അത്രയല്ല ഉള്ളൂ, ഒരുപാട് കൂടുതലില്ലല്ലോ തടി ഉണ്ടെങ്കിലും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് എന്തായാലും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞ ഫാറ്റി ലിവറാണ്. അപ്പോൾ ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഗ്രേഡ് 2 ആണ്. അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ, റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ ഡോക്ടർ എന്നോട് സംസാരിച്ചു, വേറെ ഒന്നുമില്ല, തനിക്ക് നന്നായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഡോക്ടറിനെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ പറയുന്നതുപോലെ എക്സസൈസ് ചെയ്യുക, നോൺ വെജ് നന്നായിട്ട് കുറയ്ക്കുക, പ്രത്യേകിച്ച് റെഡ് മീറ്റ് പോലെയുള്ള മീറ്റുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പം എനിക്കൊരു ടെൻഷനായി. കാരണം ഗ്രേഡ് 2 ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ടാബ്ലറ്റ് എടുക്കേണ്ടി വരും, കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് മെഷീൻ വാങ്ങിച്ചു. വെയിറ്റ് മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്നാ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് അത്ര വെയിറ്റ് കൂടിയും കുറഞ്ഞ അങ്ങനെ ഒരു നോർമൽ വെയിറ്റിലായിരിക്കും എനിക്കങ്ങനെ പോകുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന ശരീരപ്രകൃതിയല്ല ഞാൻ. പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുകയും ചെയ്യും. പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്താൽ അതുപോലെ താന്ന് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഒരു വെയിറ്റ് മെഷീൻ വാങ്ങിച്ചു. എനിക്കപ്പം 66 ഉള്ളായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആഗ്രഹം ഒരു 59, അത് എൻ്റെ ശരിക്കുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 56-57 ആണ് എൻ്റെ കറക്റ്റ് BMI വെച്ച് നോക്കുമ്പോൾ.
അപ്പോൾ അത്രയും ഇല്ലെങ്കിലും എനിക്കൊരു 59 ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫിറ്റ് ആവുമല്ലോ. അപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഭയങ്കര എന്താ പറയുക, വയറ്റിലൊക്കെ നന്നായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടി നമുക്ക് കുഞ്ഞോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുഞ്ഞു വന്ന് മടിയിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചിലപ്പം നമ്മുടെ ആ അടിവയറും കൂടെ കയറിയിരിക്കുമ്പോൾ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പം അത് കാരണം ഞാൻ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കുന്നതിലുപരി എനിക്ക് എൻ്റെ വയറ് കുറയ്ക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടറും പറഞ്ഞു മിക്കവാറും എല്ലാ ഈ എന്താ പറയുക കുടവയറുണ്ടല്ലോ, കുടവയറുള്ളവരെല്ലാവർക്കും മിക്കവാറും ഈ ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഈ ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അധികമായി നമുക്ക് ഇങ്ങനെ സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. അവസാനം ആവുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴോ ആയിരിക്കും നമ്മൾ ഇത് അറിയുന്നത്. അതാണ് കരളിൻ്റെ. കാരണം കരൾ എന്ന് പറയുന്നത് എന്താ, കെമിക്കൽ ലബോറട്ടറി പോലെയാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത വേസ്റ്റിനെയൊക്കെ ക്ലിയർ ചെയ്യുകയും നമ്മുടെ ബോഡീനെ ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നത് നമ്മുടെ ലിവറാണ്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് വെയിറ്റ് മെഷീൻ വാങ്ങിച്ചു, വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലുറപ്പിച്ചായിരുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചു അധികമായിട്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യില്ല. കാരണം എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് കഴിക്കണം, പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എടുത്തുകൊണ്ടിരുന്ന ചോറിൻ്റെ, ഇപ്പം ഞാൻ ഒരു പ്ലേറ്റ് ചോറാണ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ പകുതിയാക്കി ഞാൻ ചോറ് മാറ്റി. പക്ഷേ ഞാൻ എല്ലാ നേരവും കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും, രാത്രി ഡിന്നറും കഴിക്കും. പക്ഷേ ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതിയാക്കി ആ ബാക്കി പകുതി എന്ന് പറയുമ്പോൾ ഞാൻ വെജിറ്റബിൾസ് എടുത്തു. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ക്യാബേജ്, ക്യാരറ്റ്, സവോള ഇതെല്ലാം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു സാലഡ് പോലെ ഈ ചോറിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ പകുതി ചോറ് എടുത്തുള്ളൂ എന്നുള്ള ആ ഒരു വിഷമവും ഇല്ല. പക്ഷേ എൻ്റെ വയറ് നിറയുകയും ചെയ്തു. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്നുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് നടന്നത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് പറയുന്നില്ല. 1-2 കിലോ ഒക്കെ കുറഞ്ഞു. പക്ഷേ അത് എനിക്ക് എന്താ പറയുക, ചിലപ്പോൾ 1 ദിവസം 2 ദിവസം നടക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ഇരട്ടിയായിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ സൂംബ പോലുള്ള സൂംബ മാത്രമായിട്ട്, സൂംബയുടെ ഡാൻസ് ചെയ്യുന്ന മാത്രമായിട്ടുള്ള ചാനൽസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് എനിക്ക് പറ്റുന്ന കുറേ സ്റ്റെപ്സ് മാത്രം ഞാൻ സെലക്റ്റീവായിട്ട് എടുത്തിട്ട് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബോഡിക്ക് എന്താ പറയുക, ചെറിയൊരു അനക്കം വെച്ച് തുടങ്ങി, വെയിറ്റ് താഴ്ന്ന് വരുന്നതിൻ്റെ തന്നെ. അപ്പം അങ്ങനെ ഞാൻ ചെയ്തു. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്തത് ഫുഡ് ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതിയാക്കി വെജിറ്റബിൾസും ഫ്രൂട്ട്സ് അങ്ങനെ സാലഡ്സ് അതൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ എക്സസൈസ്, സുംബ പോലുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് പാല്, പിന്നെ പഞ്ചസാര, ഷുഗർ ഐറ്റംസ് എല്ലാം, സ്വീറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് തുടങ്ങി. അപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പായി വരും. അതായത് ഞാൻ നടന്നുകൊണ്ടിരുന്നതിലും കൂടുതലായിട്ട് ഞാൻ വെയിറ്റ് പെട്ടെന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി. അങ്ങനെ ഞാനൊരു 2 മാസം കൊണ്ട് 66 ആയിരുന്ന ഞാൻ ഒരു 62 ആയി. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ തന്നെ എനിക്ക് ബോഡിക്കൊക്കെ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും, എന്തെങ്കിലും കൊച്ചിൻ്റെ ഷൂസിൻ്റെ വള്ളിയൊക്കെ കെട്ടി കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുനിഞ്ഞിരുന്ന് ചെയ്യാം, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ എനിക്ക് 66 നിന്ന് ഒരു 62 ആയി. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ ആ കഴിച്ചതിൻ്റെ പകുതി ഫുഡാക്കിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ കുടൽ ചുരുങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല. ഇലാസ്റ്റിസിറ്റി ഉള്ള സാധനമാണ് നമ്മുടെ കുടൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുടൽ പിന്നെയും വലിയുമല്ലോ. അപ്പം ഞാൻ ആ ഭക്ഷണം അവിടെ കുറച്ച് കട്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, എൻ്റെ വിശപ്പ് അതിനനുസരിച്ച് അങ്ങ് കുറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഒരു 60 kg എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറഞ്ഞു കേട്ടോ. അങ്ങനെ 60 kg, അതായത് 76 ഉണ്ടായിരുന്ന ഞാൻ 66 കൊണ്ടുവന്നു. 66 നിന്ന് 60 കൊണ്ടുവന്നു. ഇപ്പം ശരിക്കും ഇത്രയും kg കുറച്ച് അത്ര വലിയ സംഭവമൊന്നും അല്ല. എങ്കിലും അത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട്. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയില്ല, ഭയങ്കരമായിട്ടുള്ള ഫുഡ് കൺട്രോളും ചെയ്തില്ല. എന്നിട്ടും ഞാൻ പറഞ്ഞത് ഈ കുറച്ച് ഈ ഷുഗർ പോലുള്ള സാധനങ്ങൾ, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ കുറച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് തടി കുറയും. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ചിലരൊക്കെ ഈ പട്ടിണി കിടക്കുന്നത് കാണാം. അങ്ങനെ പട്ടിണി കിടക്കുന്നവർക്കും ഫാറ്റ് ലിവർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ പഠനം തെളിയിച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ പട്ടിണി കിടക്കില്ല. കാരണം അതുമൂലം നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം അത് ഉൾട്ടയായിട്ട് ബാധിക്കും. ഒരു മുതിർന്ന ആളുടെ ലിവറിൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kg ആണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ട് വരുന്നത് ഫാറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫാറ്റ് നമ്മുടെ ലിവർ സെൽസിൽ സ്റ്റോറേജ് ചെയ്യും. അപ്പം നമ്മുടെ ലിവർ സെൽസിന് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞും വീണ്ടും ഫാറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ
അപ്പോൾ ഫാറ്റ് ഫുള്ള് നമ്മുടെ ഇത് നിറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഗ്ലൂക്കോസ് വരുമ്പോൾ അവിടെ ഫാറ്റ് വിതരണം നടക്കാതിരിക്കുകയും അതുവഴി ലിവറിൽ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആവുകയും അത് ഫാറ്റ് ലിവർ ആവുകയും ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് എപ്പോഴും കാണിക്കുന്നത് കുറച്ച് സിവിയർ ആയതിനു ശേഷമാണ്. അതായത് നമുക്ക് ലോവർ അബ്ഡോമൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ വെള്ള സ്ക്ലീറൊക്കെ എപ്പോഴും ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അതായത് ജോണ്ടിസ് പോലെ ഇങ്ങനെ മഞ്ഞ കളറിലുണ്ടാവും. ക്ഷീണം, തലകറക്കം, അങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് LDL HDL അതായത് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ട് അതൊക്കെ കൂടുതലാണെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതായത് ഉള്ളവർക്ക് അത് ഏറ്റവും കൂടുതലുള്ളവർക്ക് എത്രത്തോളമാണ് നമുക്ക് ഫാറ്റി ലിവർ നമ്മുടെ ലിവറിനെ ബാധിച്ചിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലിവറിൽ എത്രത്തോളം അതായത് ഏത് ഡിഗ്രിയാണ് നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് ആണോ സെക്കൻഡ് ഗ്രേഡ് ആണോ നമുക്ക് ഫാറ്റി ലിവർ നമ്മളെ ബാധിച്ചിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. ഇപ്പം ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വരുന്നതിന് മുന്നേ വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ജങ്ക് ഫുഡുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ പിന്നെ എന്താ പറയുക ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ടാറ്റ.